കോതമംഗലത്തെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ MA എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രതിഷേധിക്കുകയാണ് വിദ്യാർത്ഥികളുടെ സമരം അവിടെ നടക്കുന്നു. 3ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അരുണാചൽ സ്വദേശി മിച്ചി മാർപ്പുവാണ് മരിച്ചിരുന്നത്. തിയോഫിൻ അവിടെ നിന്നും ചേരുകയാണ്. തിയോഫിൻ, ഈ മാനേജ്മെൻറ്റിൻ്റെ ധാർഷ്ട്യത്തിനെതിരെ വിദ്യാർത്ഥികൾ തുടർച്ചയായി സമരം ചെയ്തു വരികയാണ്. ഇന്നത്തെ സമരമുഖത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് തിയോഫിൻ? ശക്തമായ സമരമാണ് നിമിഷാദ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തുടർന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ കോളേജിൻ്റെ ഗേറ്റ് മുന്നിലാണുള്ളത്. MA എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുന്നിലാണ്. വിദ്യാർത്ഥികളെല്ലാം ഈ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നു. അല്പം മുമ്പ് ഇവിടെ വലിയ മഴയുണ്ടായിരുന്നു. ഈ മഴയൊക്കെ നനഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും കറുത്ത വസ്ത്രം കൂടി അറിഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത്. ഗേറ്റിന് മുന്നിൽ കരിങ്കൊടിയും സ്ഥാപിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികൾ ഉയർത്തുന്നു. പ്രധാനമായി തന്നെ കോളേജ് അധികൃതർ ഈ വിദ്യാർത്ഥിയുടെ മരണത്തിൽ മിച്ചി മിർപ്പുവിൻ്റെ മരണത്തിൽ ആ കുട്ടിക്ക് നീതി വേണം. തന്നെയുമല്ല ആ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കാരണം ഇത് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പൻസേഷൻ ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നൽകണം. ഇതുകൂടാതെ ഇത്തരം യൂണിവേഴ്സിറ്റി നിയമങ്ങൾക്ക് വിധേയമല്ലാതെ തന്നെ അതിനപ്പുറത്തേക്കുള്ള ഒരു ക്രെഡിറ്റ് സ്കോർ കോളേജ് നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തുന്നു. ആ സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ സമ്മർദ്ദം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളാണ് ഒരുപാട് പ്രയാസപ്പെടുന്നത്. നേരത്തെ ചില വിദ്യാർത്ഥികൾ കോളേജ് വിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ആത്മഹത്യ ചെയ്തത് എന്നുകൂടി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ശക്തമായ പ്രതിഷേധമാണ്. ഇപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഒരുവിധം കോളേജിലുള്ള ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ ഗേറ്റിന് മുന്നിൽ നിറയെ വിദ്യാർത്ഥികളാണ്. രാവിലെ 8:30 മുതൽ തന്നെ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. ഈ പ്രതിഷേധം ഉയർത്തുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ പറയുന്നത് ശക്തമായ നടപടി കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. തങ്ങളുടെ കൂട്ടുകാരിക്ക് നീതി കിട്ടണം. തന്നെയുമല്ല, കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ കോളേജ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ സർക്കുലറിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ നിർബന്ധപൂർവ്വമുള്ള ക്രെഡിറ്റ് സ്കോർ ഇല്ല. അത് വിദേശ സർവകലാശാലകളിലേക്ക് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആവശ്യമെങ്കിൽ അത് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ക്രെഡിറ്റ് സ്കോർ കോളേജ് നിശ്ചയിച്ചെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. പക്ഷേ അത് വിദ്യാർത്ഥികൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. തന്നെയുമല്ല, ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം കോളേജ് അധികൃതർ ഇറക്കിയിരുന്നു. അതിൽ പക്ഷേ പ്രിൻസിപ്പലിൻ്റെ ഒപ്പ് മാത്രമാണുള്ളത്. കോളേജിൻ്റെ സീൽ രേഖപ്പെടുത്തിയില്ല. തന്നെയുമല്ല, ഇതിനു മുമ്പ് നടന്ന ചർച്ചകളിലെല്ലാം വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി 5-6 പേരെ അകത്തേക്ക് വിളിച്ച് ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ വിദ്യാർത്ഥികൾ മഴ നനഞ്ഞിവിടെ പ്രതിഷേധം നടത്തുമ്പോൾ കോളേജ് കെട്ടിടത്തിനുള്ളിൽ യാതൊരു മഴയും നനയാതെ സൗകര്യപൂർവ്വം നിന്ന് കോളേജ് അധ്യാപകരൊക്കെ അവിടെ നിന്ന് ഇത് നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചർച്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം ഇതിനകത്ത് ആരോപണ വിധേയരായ HR ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്. അവർ ചുമതലയിൽ നിന്ന് മാറി നിൽക്കണം. കേസ് അന്വേഷണം ഉണ്ടാകണം. അതുവരെ അവർ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും വേണം. തന്നെയുമല്ല, വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ കുറിച്ച് സംസാരിക്കാതെ ഒരുമിച്ച് എല്ലാവരിലേക്കും എത്തിക്കൊണ്ട് ഇത്രയും പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിന്ന് പരസ്യമായി തന്നെ തങ്ങൾക്ക് ഉറപ്പ് നൽകണം. അത് മാധ്യമങ്ങൾ കൂടി ഉള്ളപ്പോൾ തന്നെ ഉറപ്പ് ലഭിക്കണമെന്ന ആവശ്യം കൂടി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് വിദ്യാർത്ഥികളുടെ പ്രതിനിധികളോട് തന്നെ ചോദിക്കാം. കൃത്യമായി തങ്ങളുടെ ആവശ്യം, അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം അത് നടന്നു കിട്ടുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ എന്താണ് നമുക്ക് എന്താണ് പ്രധാനമായിട്ട് തന്നെ നമ്മളിപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ? ഒന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ സമരം തുടരാനാണ് തീരുമാനം? നമ്മൾ നിലവിലൊരു പെറ്റീഷൻ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ പെറ്റീഷനിൽ നമ്മളെ കൃത്യമായ ആവശ്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് തീരുമാനമാക്കി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ എല്ലാവരും അറിയിക്കാൻ പറ്റിയ അത്ര അപക്വമായ തീരുമാനമാണ് മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ളത്. അതല്ല നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾക്ക് പുറമെ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം, കേസ് അന്വേഷണം ഇടം വരെയായി, ഒരു പബ്ലിക് അസംബ്ലിയോ ഒരു പ്രസ് മീറ്റിങ്ങോ പോലും മിനിമം വിളിച്ചിട്ടില്ല. ഏതൊരു സംഘടന ഒരു സംഭവം ഉണ്ടായി ഒരു പ്രസ് മീറ്റ് മിനിമം വിളിക്കും, അത് വിളിച്ചിട്ടില്ല. അതേപോലെ തന്നെ അടുത്ത മീറ്റിംഗ് കൂടി തീരുമാനിക്കാമെന്ന് പറഞ്ഞ കാര്യം ഒറ്റ രാത്രി കൊണ്ട് തീരുമാനമുണ്ടാക്കി പോസ്റ്റ് ഇട്ടു. ഇതിലൊക്കെ വിദ്യാർത്ഥികൾ അസ്വസ്ഥരാണ്. ഈ വിഷയങ്ങൾ ഇപ്പോഴും പെൻഡിംഗ് ആണ്. ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ കോമ്പൻസേഷൻ വേണം, കേസ് അന്വേഷണം അവിടെ വരെ എത്തണം, പബ്ലിക് അസംബ്ലി വിളിക്കണം, മീഡിയനെ അഡ്രസ് ചെയ്യണം. ഇത്തരമുള്ള ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു പെറ്റീഷനിലാക്കി നമ്മളിപ്പോൾ സെക്രട്ടറിക്ക് ആർക്ക് കൊടുക്കുന്നതാ പെറ്റീഷൻ? ആർക്ക് കൊടുക്കുന്നത്?
കോളേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി നിങ്ങളുടെ അടുത്ത് പറയട്ടെ. നമ്മൾ പിള്ളേരെ റൂമിലേക്ക് വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുള്ള പേര് പ്രിൻസിപ്പൾ നടക്കില്ല. മീഡിയനെ അഡ്രസ് ചെയ്യട്ടെ. ഒരു സർക്കുലർ അവർ ഇറക്കിയല്ലോ, ആ സർക്കുലർ ഒരു സർക്കുലർ കോളേജ് ഇറക്കിയില്ല, ആ സർക്കുലറിൽ നമുക്ക് വിശ്വാസമില്ല എന്നാണോ? രാത്രി സർക്കുലർ ഇറക്കിയിട്ട് കാര്യമില്ല. ഇന്നലെ രാത്രി 10-11 മണിക്ക് ഇടയ്ക്കാണ് സർക്കുലർ. ഒരു ആ സർക്കുലറിൽ കുടുംബത്തിൽ നീതി അളിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടുത്തെ ഇനി വരില്ല എന്ന് ഉറപ്പ് മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലാതെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു സീഡില്ല, ഒരു കാരണങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ഇനി ആ സംഭവിച്ച കുടുംബത്തിന് നീതി ലഭിക്കാൻ വരെ നമ്മളെ പോസ്റ്റ്മോർട്ടം നടപടി കഴിയാൻ വരെ കാത്തിരുന്നതാണ്. ഇനി നടക്കേണ്ടത് എന്താണ്? പോസ്റ്റ്മോർട്ടം നടപടി കഴിഞ്ഞു, ഒരു പ്രസ് മീറ്റ് വിളിക്കാം, അല്ലെങ്കിൽ മീഡിയനെ അഡ്രസ്സ് ചെയ്യാം. ഇത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ട് അതുപോലും നടന്നിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള കോമ്പൻസേഷനും പോലീസിൻ്റെ കേസ് അന്വേഷണം അവിടം വരെയായി. ഒരു പ്രസ് മീറ്റ് വിളിക്കാതെ പിള്ളേർ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതാണ് പിള്ളേരെ ന്യായമായ ആവശ്യം. അത് പെറ്റീഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് സമരസമിതി പറഞ്ഞതാണ്. അജിംഷാദ്, ഇതാണ് അതായത് വിദ്യാർത്ഥികൾ, ഒരു സംഘം വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്നുണ്ട്. സമരസമിതി നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടത്. നിലവിൽ കോളേജ് അധികൃതർ ഇവരുമായി ചർച്ച നടത്താൻ തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒന്നുകൂടി ശക്തമായി പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. കോളേജിന്റെ പ്രതിനിധികൾ ചിലരെത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ കോളേജ് അധികൃതരുമായി ചർച്ച നടത്തുന്നതിനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികളോട്, അതായത് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് കോളേജ്, അതായത് ശക്തമായൊരു നടപടി ഉണ്ടാകണം, നീതി കിട്ടണമെന്ന ആവശ്യമാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമായി വിദ്യാർത്ഥികൾ ഇന്ന് ശക്തമായ പ്രതിഷേധത്തിലാണ് നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. തീർച്ചയായും ID കാർഡ് ഉയർത്തിയാണ് അവർ ഗേറ്റ് പൂട്ടിയ മാനേജ്മെന്റ് നടപടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നത് അല്ലേ? തങ്ങൾക്ക് കയറണം ആ കോളേജ് ക്യാമ്പസിലേക്ക്. കാരണം കോളേജ് അധികൃതരോ കോളേജ് മാനേജ്മെന്റിന്റെ പ്രതിനിധികളോ ഇവിടെ ഇറങ്ങി വന്ന് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. തന്നെയുമല്ല, കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ സർക്കുലർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ പ്രിൻസിപ്പലിന്റെ ഒരു ഒപ്പ് മാത്രമാണ്, സീൽ വെച്ചിട്ടില്ല. ഇത് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളുടെ ഈ സർക്കുലർ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ സർക്കുലറിൽ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. തങ്ങളുടെ സുഹൃത്തിന് നീതി വേണം, സഹപാഠിക്ക് നീതി വേണം എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അജിംഷാദ്, തങ്ങൾക്ക് നീതി കിട്ടണം, തങ്ങളുടെ സഹപാഠിക്ക്, ജീവൻ നഷ്ടപ്പെട്ട സഹപാഠിക്ക്, കുടുംബത്തിനും നീതി ലഭിക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായി തന്നെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ പറയുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. രാവിലെ മുതൽ തന്നെ മഴ നനഞ്ഞ് ഗേറ്റിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും കോളേജ് കെട്ടിടത്തിന്റെ പോർട്ടിക്കോയിൽ നിന്നുകൊണ്ട് അവർ മഴ നനയാതെ അവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ സമരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാഴ്ച കാണുന്നത് പോലെ അതിലും വലിയ വിഷമവും പ്രതിഷേധവും വിദ്യാർത്ഥികൾക്കുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ പറയുന്നത് തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം, ആ ആവശ്യം പരിഹരിച്ച് അത് നീതി കാണുന്നതുവരെ തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുക, അതിനുശേഷം സമരം അവസാനിപ്പിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്ന, അല്ലെങ്കിൽ വരുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. അങ്ങനെ ഒരു ശക്തമായ തീരുമാനത്തിലാണ് എന്തായാലും വിദ്യാർത്ഥികൾ ഒരുമിച്ച് ശക്തമായ പ്രതിഷേധത്തിലാണ്. യൂണിവേഴ്സിറ്റി പറയുന്ന ക്രെഡിറ്റ് സ്കോർ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് കോളേജ് അതിനേക്കാൾ ഉയർന്ന ക്രെഡിറ്റ് സ്കോർ പറഞ്ഞിട്ടുള്ളത്. ഇയർ ബാക്ക് സിസ്റ്റം, ആ ഇയർ ബാക്ക്, അതായത് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാതെ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ലഭിക്കാതെ വന്നാൽ ഒരു വർഷം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത്. ആ ഇയർ ബാക്ക് സംവിധാനം പല കോളേജുകളിലും സർവകലാശാലകളിലുമൊക്കെ നേരത്തെ ഒഴിവാക്കിയതാണ്. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി നിബന്ധനകൾക്കപ്പുറത്തേക്ക് ഉള്ള ക്രെഡിറ്റ് സ്കോർ സംവിധാനവും ഇയർ ബാക്കും ഒക്കെ കോളേജ് ആവശ്യപ്പെടുന്നു. കോളേജ് ഓട്ടോണമസ് കോളേജാണ്, അതുകൊണ്ട് തന്നെ സ്വയംഭരണ ഉണ്ട് എന്ന ഒരു ബലത്തിൽ, അതിൻ്റെ ഒരു ധാർഷ്ട്യത്തിലാണ് കോളേജ് അധികൃതർ, കോളേജ് മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതും ഇത്തരത്തിൽ വിദ്യാർത്ഥികളിൽ കർശനമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കണമെന്ന ആവശ്യം, അതിൽ നീതി ലഭിക്കണമെന്ന ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. തന്നെയുമല്ല, കോളേജ് ഇറക്കിയ സർക്കുലറിൽ അത് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ഇറക്കിയ സർക്കുലറാണ്. ആ സർക്കുലറിൽ പ്രിൻസിപ്പലിന്റെ ഒപ്പ് മാത്രമാണുള്ളത്, കോളേജിന്റെ സീലില്ല. അങ്ങനെ കൃത്യമായ മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് പരിഹാരം കാണണം, തങ്ങൾക്ക് നീതി ലഭിക്കണം. മരണമടഞ്ഞ വിദ്യാർത്ഥിക്ക് അർഹമായ ഒരു നഷ്ടപരിഹാരം അവർ കുട്ടിയുടെ കുടുംബത്തിന് നൽകണം. ഇതിനെക്കുറിച്ചൊന്നും ഈ സർക്കുലറിൽ പറഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികളുടെ സമരം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയ ഒരു സർക്കുലറാണ്. അതിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അജിംഷാദ്, എന്തായാലും പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഇപ്പോൾ ഒറ്റക്കെട്ടായി പ്രതിഷേധ ഗേറ്റ് അതിന്റെ മൂർധന്യതയിലേക്ക് എത്തുകയാണ്.
കോതമംഗലത്തെ സമരം, കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ സമരം, ഞങ്ങൾക്ക് നീതി തരൂ എന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഇതാ ഗേറ്റിന് പുറത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ് ഐഡൻറ്റിറ്റി കാർഡും ഉയർത്തിക്കൊണ്ട്.